ഹൃദയരാഗങ്ങളുടെ കവിക്ക് ഇന്ന് 85-ാം പിറന്നാൾ. പ്രണയവും വിരഹവും നിറഞ്ഞ ഗാനങ്ങൾക്കൊപ്പം ദാർശനികത തുളുമ്പുന്ന എത്രയെത്ര സിനിമാ ഗാനങ്ങളാണ് ശ്രീകുമാരൻ തമ്പി എന്ന യുഗപ്രഭാവന്റെ നാരായത്തുമ്പിലൂടെ ഒഴുകിയെത്തിയത്. 1000 പൂർണ്ണചന്ദ്രന്മാരുടെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ കവി. അക്ഷരങ്ങളുടെ അത്ഭുത ലോകത്ത് കവി പണിതു തീർത്തത് എത്രയെത്ര അനർഘ നിമിഷങ്ങൾ. അത് ലളിത സംഗീതമായും കവിതകളായും സിനിമാ ഗാനങ്ങളായും മലയാളിയുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടേയിരുന്നു. 6 പതിറ്റാണ്ട് കാലമായി കവി എഴുതിക്കൊണ്ടേയിരിക്കുകയാണ്. ശ്രീകുമാരൻ തമ്പി എന്നാൽ വാക്കുകളുടെ പ്രവാഹമാണ്, വറ്റാത്ത കാവ്യ തടാകം. സിനിമാ സംവിധായകൻ, നിർമ്മാതാവ്, തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ്, കവി, നോവലിസ്റ്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ പ്രതിഭ ശ്രീകുമാരൻ തമ്പി 85-ാം പിറന്നാൾ നിറവിലാണ്. ആയിരത്തി 1966 പി സുബ്രഹ്മണ്യമാണ് കാട്ടുമല്ലിക എന്ന ചിത്രത്തിലൂടെ ഗാനരചയിതാവായി തമ്പിയെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയത്. ആയിരക്കണക്കിന് ഗാനങ്ങളുടെ രചന നിർവഹിച്ചതിനു പുറമെ 25 സിനിമകൾ നിർമ്മിക്കുകയും 29 സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 85 സിനിമകളുടെ തിരനാടകം ഒരുക്കുകയും ചെയ്തു. പ്രശസ്ത സാഹിത്യകൃതിയായ പ്രേം നസീർ എന്ന പ്രേമഗാനത്തിന്റെ രചയിതാവ് കൂടിയാണ് അദ്ദേഹം. ഗാനം, മോഹിനിയാട്ടം എന്നീ ചിത്രങ്ങൾക്ക് സംസ്ഥാന അവാർഡുകൾ ലഭിച്ചിരുന്നു. കണക്കും കവിതയും എന്ന കൃതിക്ക് മികച്ച സിനിമാ പുസ്തകത്തിനുള്ള ദേശീയ അവാർഡും ലഭിച്ചിരുന്നു. തിരക്കഥാകൃത്ത്, ഗാനരചയിതാവ് എന്ന നിലയിലും കവി എന്ന നിലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനാണ് ശ്രീകുമാരൻ തമ്പി. ഗാനരചയിതാവ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര നിർമ്മാതാവ്, സംവിധായകൻ, സംഗീതജ്ഞൻ എന്നീ നിലകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച ശ്രീകുമാരൻ തമ്പി ഒരു ചലച്ചിത്രകാരൻ എന്നതിലുപരി ഒരു ഗാനരചയിതാവ് എന്ന നിലയിലാണ് മലയാളികൾ ഓർക്കുക. ജി ദേവരാജൻ, ആർ കെ ശേഖർ, എം കെ അർജുനൻ, വി ദക്ഷിണമൂർത്തി, എം എസ് വിശ്വനാഥൻ, എം എസ് ബാബുരാജ്, ശ്യാം, ഇളയരാജ തുടങ്ങി ജെറി അമൽദേവ്, ഔസേപ്പച്ചൻ, ജോൺസൺ, രവീന്ദ്രൻ തുടങ്ങി എം ജയചന്ദ്രൻ, ഷഹബാസ് അമൻ വരെയുള്ള സംഗീത സംവിധായകർക്കായി 100 കണക്കിന് വരികളാണ് ശ്രീകുമാരൻ തമ്പി എഴുതിയത്. അദ്ദേഹത്തിന്റെ ഗാനങ്ങളിൽ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം, ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ, സ്വന്തം എന്ന പദത്തിനെന്തർത്ഥം തുടങ്ങിയവ എന്നും അനശ്വര ഗാനങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയവയാണ്. സംവിധാനം നിർവഹിച്ച ചന്ദ്രകാന്തം, ഗാനം, മോഹിനിയാട്ടം, മാളിക പണിയുന്നവർ, ജീവിതം ഒരു ഗാനം, അമ്പലവിളക്ക് എന്നീ ചിത്രങ്ങൾ കലാപരമായ വിജയങ്ങളായിരുന്നു. നായാട്ട്, ആക്രമണം, ഇടിമുഴക്കം എന്നിവ ബോക്സ് ഓഫീസിനെ ഇളക്കിമറിച്ച ചിത്രങ്ങളും. കാക്കത്തമ്പുരാട്ടി, കുട്ടനാട്, കടലും കരളും, ഞാനൊരു കഥ പറയാം എന്നീ 4 നോവലുകളും, എഞ്ചിനീയറായ വീണ, നീലത്താമര, എൻ മകൻ കരയുമ്പോൾ, ശീർഷകമില്ലാത്ത കവിതകൾ, അച്ഛന്റെ ചുംബനം, അമ്മയ്ക്കൊരു താരാട്ട് എന്നീ കവിതാ സമാഹാരങ്ങളും ശ്രീകുമാരൻ തമ്പി രചിച്ചിട്ടുണ്ട്. പുത്രലാഭം, അവശേഷിപ്പുകൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുത്ത 1001 ഗാനങ്ങളുടെ ശേഖരം ഹൃദയ സരസു എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുത്ത കവിതകൾ ശ്രീകുമാരൻ തമ്പിക്ക് കവിതേയം എന്ന പേരിൽ ഹിന്ദിയിൽ മൊഴിമാറ്റവും നടത്തി. ആലപ്പുഴ ഹരിപ്പാട് കളരിക്കൽ കൃഷ്ണപിള്ളയുടെയും കരിമ്പാലയത്ത് ഭവാനിയമ്മ തങ്കച്ചിയുടെയും മകനായി 1940 മാർച്ച് 16 ശ്രീകുമാരൻ തമ്പിയുടെ ജനനം. ആലപ്പുഴയിലെ സനാതനധർമ്മ കോളേജിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദവും സിവിൽ എഞ്ചിനീയറിംഗും, ചെന്നൈയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും നേടിയതിനു ശേഷമാണ് ശ്രീകുമാരൻ തമ്പി സാഹിത്യ ലോകത്ത് സജീവമാകുന്നത്. 1930കളിലും 40കളിലും പ്രശസ്ത നാടക നടനും ഗായകനുമായിരുന്ന വൈക്കം മണിയുടെ മകൾ രാജേശ്വരിയാണ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിത പങ്കാളി. സിനിമാ സംവിധായകനായിരുന്ന പരേതനായ രാജ്കുമാർ, കവിത എന്നിവർ മക്കളാണ്. 2017 മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് ശ്രീകുമാരൻ തമ്പിക്ക് കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. കവി, ഗാനരചയിതാവ് എന്നതിനു പുറമെ മലയാള സിനിമയുടെ നാനാമേഖലകളിൽ നിസ്തുലമായ പ്രതിഭാവിലാസം തെളിയിച്ച ശ്രീകുമാരൻ തമ്പിയുടെ ആത്മകഥ, കേരളത്തിലെ ഒരു കാലഘട്ടത്തിന്റെ സ്പന്ദനങ്ങൾ ഈ കൃതിയിൽ അനുഭവിച്ചറിയാൻ കഴിയും. മലയാള ഗദ്യത്തിന്റെ ലാവണ്യവും ഒഴുക്കും ഹൃദയഹാരിയായി ആവിഷ്കരിച്ചിട്ടുള്ള പുസ്തകമാണ് ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം
ഒരു പെണ്ടുലം എന്ന ആത്മകഥ. 2023 47ാമത് വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ് ജീവിതം ഒരു പെണ്ടുലം. ദക്ഷിണ കേരളത്തിലെ ഹരിപ്പാട് എന്ന ഗ്രാമത്തിലെ കരിമ്പാലയത്ത് തറവാടിന്റെ സുദീർഘമായ കഥയാണ് അദ്ദേഹം പെണ്ടുലത്തിൽ പറയുന്നതെങ്കിലും ഇതിൽ 20ാം നൂറ്റാണ്ടിന്റെ കേരളം ഉടനീളം ഇരുമ്പിയാർക്കുന്നുണ്ട്. സ്വന്തം സർഗാത്മകതയുടെ രാജരന്ധ്യയിൽ അഗ്നിനിരഥത്തിൽ എഴുന്നള്ളുന്ന ഒരു കവിയുടെ പ്രാണനുണ്ട് ജീവിതം ഒരു പെണ്ടുലത്തിൽ. വള്ളത്തോൾ അവാർഡ് ജേതാവാണ്. നാടക, ഗാനരചന, ലളിത സംഗീതം എന്നിവയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം.